നമ്മളിന്ന് ചെറിയൊരു ഷൂട്ടുമായിട്ട് വന്നതാണ്, ചെറിയൊരു ബേബി ഷൂട്ട്. നമ്മുടെ അതിൽ ഇന്നുള്ളത് EOS R 85mm ലെൻസാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചില്ലേ കുറച്ച് എക്യുപ്മെൻറ്റ്സ്, ബേബി ഷൂട്ടിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങൾ, അത് വെച്ചാണ് നമ്മളിന്ന് ഷൂട്ട് എടുക്കുന്നത്. ഇവിടെ കാണിച്ചോ. ഇതൊക്കെ വെച്ചാണ് നമ്മളിന്ന് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഇതിനെപ്പറ്റി നല്ല വിശദമായൊരു വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ചെയർ ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ല, നമ്മൾ ഈ കട്ടിലുണ്ടാക്കുന്ന വീഡിയോ ആണ്. ഈ സ്റ്റൂൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ല. ഇത് വിഷ്ണു തന്നെ ചെയ്തതാണ്. ഞാൻ ഇല്ലായിരുന്നു ആ സമയത്ത്, ഞാൻ വർക്കിന് പോയ സമയത്ത് അവനിൽ നിന്ന് ചെയ്തു തന്നാണ്. ഈ കട്ടിലുണ്ടാക്കുന്ന വീഡിയോ നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ഈ കട്ടിലുണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഷൂട്ടിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ചെയർ വെച്ചാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമുക്ക് അടിപൊളിയായിട്ട് നമ്മളെ നന്നായി ഫേവർ ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള എക്സ്പ്രഷനൊക്കെ തരുന്നതുകൊണ്ട് നമുക്ക് ഷൂട്ട് വളരെ എളുപ്പമായി. നമ്മൾ ഗോഡോക്സിൻ്റെ LC500 വെച്ചാണ് ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കൂടുതലായിട്ട് ലൈറ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല. അന്നേ ദിവസം നല്ല ഒരു മൂടിയ ഒരവസ്ഥയായിരുന്നു. നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയി കുറച്ച് ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു മഞ്ഞിൻ്റെ ഒരു സെറ്റപ്പൊക്കെ, ഡിസംബറല്ലേ, അത്യാവശ്യം മഞ്ഞൊക്കെ കാണും എന്ന് കരുതിയാണ് പോയത്. പക്ഷേ നമുക്ക് പ്രതീക്ഷിച്ച ഫോട്ടോസൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ വീട്ടിൽ വന്നു. ഇപ്പോൾ ഒരു 11 മണിയായി, എന്നിട്ടും ലൈറ്റ് കണ്ടില്ല, ഒരു മങ്ങിയ ലൈറ്റാണ്. പക്ഷെ നമ്മൾ ഗോഡോക്സ് വെച്ചിട്ട് ലൈറ്റപ്പ് ചെയ്തെടുത്ത ഫോട്ടോസുകളാണിതൊക്കെ. എങ്ങനെയുണ്ട്? അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ കോസ്റ്റ്യൂമിന് ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റൂളാണ്. സെയിം ഫ്രെയിം, വേറെ ഫ്രെയിമൊന്നും എടുത്തിട്ടില്ല. നമ്മൾ അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് അടുത്ത ഫോട്ടോ എടുക്കുന്നത്. നമ്മൾ ചെയർ മാറ്റിയിട്ട് ഞാൻ അതിലോട്ടം കയറിയെങ്കിരുന്നു, കാരണം ഇരുന്നിരുന്ന് നടുവേദനിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ചെയറിൽ നമ്മളിരുന്നുകൊണ്ട് സ്റ്റൂളെ കുഞ്ഞിനെ ഇരുത്തിക്കൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത്. കുഞ്ഞിൻ്റെ അടുത്ത് മമ്മി നിൽക്കുന്നതുകൊണ്ട് വലിയ സീനൊന്നുമില്ല, അതിൽ നിന്ന് മറിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കൊന്ന് പോയി ചെറുതായിട്ടൊന്നുണ്ട്, ഇപ്പോൾ ഒന്ന് മറിയുന്നുണ്ട്. അപ്പോഴത്തേനും മമ്മി കയറി പിടിച്ചത് കൊണ്ട് ഒന്നും പറ്റിയില്ല. പക്ഷേ കുറേ ഫോട്ടോസ് നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കട്ടിൽ ഉപയോഗിച്ചാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. കട്ടിൽ നമ്മൾ കുറച്ച് പൂക്കളൊക്കെ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പൂക്കൾ വെച്ച് കട്ടിലൊന്ന് മനോഹരമായി അലങ്കരിച്ച ശേഷം കുറച്ച് ഫോട്ടോസ് എടുത്ത്. അപ്പോഴത്തേന് വെയിൽ കയറി. എന്നിട്ട് നമ്മൾ കട്ടിലെടുത്ത് വേറൊരു ഫ്രെയിം വെച്ചിട്ട് നല്ലൊരു മനോഹരമായ പടം കൂടി പിടിച്ചിട്ടുണ്ട്. ആ പടം ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് കൊടുക്കുന്ന ആ ഫോട്ടോയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഫ്രെയിം വെച്ചുള്ള ഫോട്ടോ കൊടുക്കുന്നത്. എന്തായാലും ഫോട്ടോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.